ഒരു സ്വപ്നം എന്തെങ്കിലും ഉണ്ടോ മ്യൂസിഷ്യൻ എന്നുള്ള നിലയ്ക്ക്? എൻ്റെ ഒരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. ഇപ്പം ഞാനൊക്കെ കേട്ട് പഠിച്ചുകൊണ്ടിരുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ജോൺസൺ മാഷിൻ്റെയും രവീന്ദ്ര മാഷിൻ്റെയും ബാബുക്കയുടെ ഒക്കെ പാട്ടുകൾ നമ്മൾ ഇമോഷണലി ഒരുപാട് മൂവ് ചെയ്ത മ്യൂസീഷ്യൻസാണ് അവർക്ക്. അപ്പോൾ നെക്സ്റ്റ് ജനറേഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനൊരു മ്യൂസിക് ഡയറക്ടർ മെജോ ജോസ് എന്നുള്ള മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് നമ്മുടെ പാട്ടുകൾ വരുമ്പോൾ അയ്യേ എന്ന് പറയിപ്പിക്കാതെ രീതിയിൽ കുറച്ച് നാളും നല്ല മ്യൂസിക്കുകൾ ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യണ മ്യൂസിക്കുകളൊന്നും തന്നെ അറ്റ്ലീസ്റ്റ് നമുക്കെങ്കിലും ഹാപ്പിനെസ് വരണം. അതാണ് പ്രശ്നം. അതില്ലാതെ ഒരു മ്യൂസിക് എനിക്ക് നമ്മുടേതായിട്ടെന്നുള്ളത് പുറത്തെ രീതിയിൽ മേ ബി അതായിരിക്കാം ചിലപ്പോൾ. പക്ഷെ ഞാനതിൽ ഇന്റൻഷനലി ഞാനെടുക്കുന്ന ക്യാപ്പല്ല. ഇതൊരു ഭയങ്കര കോമ്പറ്റീറ്റീവ് ഫീൽഡ് അല്ലേ ഇപ്പൊ നമ്മുടെ ഒരു ഇൻഡസ്ട്രി. പക്ഷെ എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ മ്യൂസിക് വേണ്ടവരെന്തായാലും അവിടെ ഇവിടെയും ആർട്ടിസ്റ്റുകളെ പൊട്ടിമുളയ്ക്കുന്ന ഒരു കാലമാണ് എന്നുള്ളത്. എസ്പെഷ്യലി സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ടല്ലോ. ആർക്കും ഇപ്പൊ സ്മ്യൂൾ പോലെയുള്ള ഒരു ആപ്പ് വന്നത് ആർക്കും പാടാന്നുള്ള, ആർക്കും എന്തും ചെയ്യാന്നുള്ള അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു സ്പേസ് ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെയാണ്. പിന്നെ നമുക്കൊരു ഭാഗ്യം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുറച്ച് കാലം മീൻസ് ഇപ്പൊ ഈ 10-12 വർഷത്തിനുള്ളിൽ കുറെ നല്ല മെലഡീസ് കൊണ്ടുവരാൻ പറ്റി. അപ്പൊ ആ ഒരു റെസ്പെക്ട് എനിക്ക് ഒരു 10 years എടുക്കുമ്പോ അതിൽ ഞാനും ഉണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം. പിന്നെ ഇപ്പൊ വരുന്ന ജനറേഷനിലുള്ള മ്യൂസീഷ്യൻസിന് ഇപ്പം അങ്ങനത്തെ ഇതില്ല. പാട്ടുകളുടെ എണ്ണം വളരെ കുറവാണ് ഇപ്പോൾ പടത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ. മൂന്ന് പാട്ട് അല്ലെങ്കിൽ 4 പാട്ടിനൊക്കെ ഉള്ള സംഭവം വളരെ കുറവാണ്. അതൊരു പ്രൊമോഷണൽ ടൂളായിട്ടാണ് ഇപ്പം പലപ്പോഴും പാട്ടുകൾ കാണുന്നത്. ഒരു ടീസറിന്റെ അതിലേക്കൊക്കെ പോയി അല്ലെങ്കിൽ ഒരു സ്റ്റോറി ലൈൻ പറയാൻ വേണ്ടി ഒരു പാട്ട് അങ്ങനെ മാറിക്കൊണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പാട്ടുകളും പടങ്ങളിലും ഒരു 3-4 പാട്ടുകളൊക്കെ വെച്ചുകൊണ്ട് പിന്നെ ഒരു മെലഡി ചെയ്യാൻ പറ്റാവുന്ന ഒരാളായിട്ട് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിലേക്ക് ഇത് കൈമാറാൻ ഒരു തലമുറ വന്നിട്ടുണ്ട്. 3 മക്കളാന്ന് ഞാൻ ഇപ്പോഴാണ് എന്റെ വിചാരം. ഇപ്പോഴും ഒരു കുട്ടിയായിട്ട് തന്നെ മോൻ 1ാം ക്ലാസ്. ഒരു നേരത്തെ പറഞ്ഞ ബാൻഡ് ഫോം അതെ, അതാണ്. വേണമെങ്കിൽ ആൾക്കാരുണ്ട്, പിൻഗാമികളുണ്ട് എന്നുള്ള നിലയ്ക്ക്. ചെറിയ കുട്ടി 1ാം ക്ലാസ്സിൽ, മൂത്ത മോന് 1ാം ക്ലാസ്, രണ്ടാമത്തെ ആൾക്ക് 2 വയസ്സായിട്ടുള്ളൂ, മൂന്നാമത്തേത് മോളാണ്. മ്യൂസിക്കൽ ഫ്ലെയർ കാണിച്ചു തുടങ്ങി. അവർക്ക് ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഞാൻ നിർബന്ധിക്കണില്ല. നിർബന്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അപ്പനും അമ്മയും എന്നെ നിർബന്ധിച്ചുകൊണ്ടല്ല ഇങ്ങനെ ആയത്. പക്ഷെ നമുക്കിങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പം അവർ കണ്ടപ്പോൾ അവർ പഠിപ്പിച്ചു. അവർക്ക് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങൾ മീൻസ് സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തന്നു, എനിക്ക് എൻ്റെ അനുജത്തിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അങ്ങനെ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് അവർക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ പഠിപ്പിക്കും, മ്യൂസിക് പഠിപ്പിക്കും. പിന്നെ ഇതൊരു പ്രൊഫഷൻ ആക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെടുത്തോട്ടെ, ചെയ്യട്ടെ. ഇതിനിടയ്ക്ക് ഒരു അഭിനയമോഹം മോഹം എന്നല്ല, നോട്ട്ബുക്കിൽ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനൊരു പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ റോൾസ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ കാരണം മെയിൻ ആയിട്ട് മ്യൂസിക്കാണ് മെയിൻ ആയിട്ട് ഒരു പാഷൻ ഇതിൽ വന്നില്ല. പിന്നെ അഭിനയം വാരിക്കുഴിയിലെ കൊലപാതകത്തിൽ ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ പറഞ്ഞ പോലെ ഒരു 4-5 സീനുള്ളൂ. പക്ഷെ അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടർ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതോ ഞാൻ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്ന സിനിമ മാത്രമേ ഞാൻ അഭിനയിക്കൂ, അങ്ങനെയുള്ള എന്തെങ്കിലും? വരണത് നമ്മുടെ നമുക്കിപ്പോൾ നോട്ട്ബുക്കിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ കിട്ടിയൊരു റോളാണ്. കാരണം മ്യൂസിക് തന്നെയായിരുന്നു എൻ്റെ ചെറുപ്പം തുടങ്ങിയ പാഷൻ. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ റോഷനേട്ടൻ തന്നെയാണ് പറഞ്ഞത്, നീയാണ് ആ ക്യാരക്ടർ ചെയ്യണമെന്നുള്ളത്. വാരിക്കുഴി പറഞ്ഞ പോലെ വാരിക്കുഴിയുടെ സമയമായപ്പോൾ ഞാൻ രജീഷിനോട് എനിക്ക് പറ്റിയ ചെറിയ റോളുകൾ കാരണം എല്ലാ റോളുകളും എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം അപ്പോൾ പറഞ്ഞപ്പം ഇതൊരു ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ക്യാരക്ടറാണ് ഈ നമ്മുടെ വാരിക്കുഴിയിലത്തത്. അപ്പോൾ അവൻ പറഞ്ഞു ഇത് ചെയ്താൽ മതി, ഇതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അടിപൊളി. എനിക്ക് തോന്നുന്നു മെജോയുടെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെ ഈ ചിരിയാണ്. എല്ലാരെ കാണുമ്പോഴും ഈ മുഖം അല്ലാതെ ഞാൻ വേറൊരു മുഖം കണ്ടിട്ടില്ല. വൈഫിനറിയാം. അതെല്ലേ, ഞാനൊന്ന് കാണേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ ചോദിക്കുന്ന ഒരു കാര്യത്തിന് നോ പറയാൻ പാടില്ല. നല്ലൊരു പാട്ട്, അതോടുകൂടി സന്തോഷത്തോടു കൂടി. ഹൃദയവും ഹൃദയവും
പുണരുമേ നിമിഷമായി പതിവായാരോ മൂളുന്നില്ലേ ചെവിയിലായി മതിയില്ലെന്ന് ചൊല്ലുന്നില്ലേ മനസ്സിലായി തളിരുകൾ തരളമായി പ്രണയമോ കളവമായി. അടുത്ത പോർഷൻ പാടണമെന്നുണ്ട്. ധാരാളം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു സൺഡേ ഫൺഡേ. എല്ലാ സൺഡേസും ഫൺഡേസ് ആവട്ടെ, എല്ലാ ദിവസവും ഫൺഡേസ് ആവട്ടെ. താങ്ക് യു. നൈസ് മീറ്റിംഗ് യു അഗൈൻ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്.